ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന പാഠഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ആ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് എം.എൻ. കാരശ്ശേരിയാണ്. എം.എൻ. കാരശ്ശേരി പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ മാപ്പിളപ്പാട്ടുകളുടെ പ്രത്യേകതകളെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളീയത അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ കവിതയുടെ വിഷയമാക്കി മാറ്റിയ എഴുത്തുകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ. ആ കൃതികളെക്കുറിച്ച് പരിശോധിക്കുന്ന ഒരു പാഠഭാഗമാണ് മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന പാഠഭാഗം എന്ന് നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. അതിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ആ ചോദ്യം നമുക്ക് നോക്കാം. പുലിക്കോട്ടിൽ ഹൈദർ തൻ്റെ കൃതികളിലെ പ്രമേയത്തിൽ പുലർത്തുന്ന കേരളീയത വ്യക്തമാക്കുക. ചോദ്യം ഇതാണ്. പരീക്ഷയ്ക്ക് ഈ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യ പേപ്പറിനകത്ത് കാണാം. പുലിക്കോട്ടിൽ ഹൈദർ തൻ്റെ കൃതികളിലെ പ്രമേയത്തിൽ പുലർത്തുന്ന കേരളീയത വ്യക്തമാക്കുക എന്നുള്ള ചോദ്യം. ഓക്കെ, സെറ്റാണല്ലോ. ഉത്തരം എങ്ങനെ എഴുതണം നോക്കുക. മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയനാണ് പുലിക്കോട്ടിൽ ഹൈദർ. കേരളീയതയ്ക്ക് തൻ്റെ കാവ്യങ്ങളിൽ ഏറെ പ്രാധാന്യം നൽകി. പ്രമേയം, ഭാഷ, കാഴ്ചപ്പാട് എന്നിവയിലെല്ലാം അദ്ദേഹം തീർത്തും നാടനായിരുന്നു. മലയാളീയതയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകിയ മറ്റൊരു കവിയും ഈ വിഭാഗത്തിലില്ല. സെറ്റ്. ചരിത്രം പ്രമേയമാക്കി അദ്ദേഹം എഴുതിയ കാവ്യത്തിൽ കേരള ചരിത്രമാണ് വിഷയമാക്കിയത്. എൻ്റെ കേരളത്തിൽ വന്നേ നാശം, വെള്ളിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്കുദ്ദേശം എന്ന് വെള്ളപ്പൊക്കമാലയിൽ കവി പറയുന്നത് കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ്. ഇതിലെ എൻ്റെ കേരളം എന്ന പരാമർശം കവിക്ക് തൻ്റെ നാടിനോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നു. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, തനിക്ക് ചുറ്റുമുള്ള നാട്ടുവിശേഷങ്ങളും ജീവിതാനുഭവങ്ങളുമാണ് പുലിക്കോട്ടിൽ തൻ്റെ രചനയ്ക്ക് സ്വീകരിച്ച വിഷയങ്ങൾ. നരിനായാട്ട്, കാളപ്പൂട്ട് പാട്ട് തുടങ്ങിയ പാട്ടുകളിൽ അന്നത്തെ കേരളീയ സാമൂഹിക പശ്ചാത്തലം കാണാവുന്നതാണ്. മതപരമായ ഇതിവൃത്തങ്ങളും അറേബ്യൻ ചരിത്രങ്ങളുമൊക്കെ മാപ്പിളപ്പാട്ടിന് വിഷയമായപ്പോൾ പുലിക്കോട്ടിലാകട്ടെ താൻ പിറന്ന മണ്ണിൽ നിന്നാണ് പ്രമേയങ്ങൾ കണ്ടെത്തിയത്. ഭക്തിക്ക് പോലും പ്രാധാന്യം നൽകാതെ നാട്ടുകഥകൾ പാടാനാണ് ഹൈദർ ഇഷ്ടപ്പെട്ടത്. മതത്തിനു പുറത്തുള്ള സാമൂഹിക പ്രമേയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രധാനമായും കണ്ടെത്താൻ കഴിയുക. കേരള ചരിത്രം, മറിയക്കുട്ടിയുടെ കത്ത്, ദുരാചാരമാല, കല്ലിയുഗം, കാതുകുത്തുമാല, സ്ത്രീ മർദ്ദിതമാല, മാരന്മാരുടെ തകരാറ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. സെറ്റാണല്ലോ, ഓർമ്മയിൽ വെച്ചേക്കുക. ഈ പാഠഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നോക്കുക. അറബി മലയാളം എന്ന ഭാഷ എന്ന ലിപി രൂപപ്പെടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. അറബി മലയാളം എന്ന ലിപി രൂപപ്പെടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. നോക്കുക, കച്ചവടത്തിനായി കേരളത്തിലെത്തിയ അറബികൾ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി ഇഴുകിച്ചേർന്നു. 1000ഓളം വർഷത്തെ ജീവിത പാരമ്പര്യമാണ് അവർക്ക് ഇവിടെയുള്ളത്. എവിടെ? കേരളത്തിലുള്ളത്. അറബികളും കേരളീയരും തമ്മിലുള്ള സാമൂഹിക ബന്ധമാണ് മാപ്പിളമാർ എന്ന പ്രത്യേക വിഭാഗത്തിൻ്റെ ആവിർഭാവത്തിന് കാരണം. മാപ്പിള എന്നാൽ ജാമാതാവ്, സംബന്ധക്കാരൻ എന്നൊക്കെയാണ് അർത്ഥം. കേരളത്തിലെ സ്ത്രീകളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട അറബികളെ മാപ്പിളമാർ എന്ന് വിളിച്ചിരുന്നു. ക്രമേണ അത് ഇസ്ലാം മതവിഭാഗത്തിൻ്റെ പേരായി മാറുകയായിരുന്നു. ഓർത്തുവെക്കുക, കച്ചവടത്തിനായി കേരളത്തിലെത്തിയ അറബികൾ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി ഇഴുകിച്ചേർന്നു. 1000ഓളം വർഷത്തെ ജീവിത പാരമ്പര്യമാണ് അവർക്ക് ഈ കേരളത്തിലുള്ളത്. അറബികളും കേരളീയരും തമ്മിലുള്ള സാമൂഹിക ബന്ധമാണ് മാപ്പിളമാർ എന്ന പ്രത്യേക വിഭാഗത്തിൻ്റെ ആവിർഭാവത്തിന് കാരണം. മാപ്പിള എന്നാൽ ജാമാതാവ്, സംബന്ധക്കാരൻ എന്നൊക്കെയാണ് അർത്ഥം. കേരളത്തിലെ സ്ത്രീകളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട അറബികളെ മാപ്പിളമാർ എന്ന് വിളിച്ചിരുന്നു. ക്രമേണ അത് ഇസ്ലാം മതവിഭാഗത്തിൻ്റെ പേരായി മാറി. മതപരമായ ആചാരങ്ങൾക്കും ആരാധനകൾക്കും വളരെ പ്രാമുഖ്യം നൽകുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ ഖുർആൻ വാക്യങ്ങളും നബിവചനങ്ങളും എഴുതാൻ മലയാള ഭാഷ അപര്യാപ്തമാണ് എന്നവർ കരുതി. ഓർത്തു വെക്കേണ്ട പോയിൻ്റാണ്. മതപരമായ ആചാരങ്ങൾക്കും ആരാധനകൾക്കും വളരെ പ്രാമുഖ്യം നൽകുന്നവരാണ് മുസ്ലിങ്ങൾ. ഖുർആൻ വാക്യങ്ങളും നബിവചനങ്ങളും എഴുതാൻ മലയാള ഭാഷ അപര്യാപ്തമാണ് എന്ന് അവർ കരുതി. മതവിഷയങ്ങൾ മലയാളത്തിൽ എഴുതാൻ പാടില്ല എന്ന അന്ധവിശ്വാസവും മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടി. മാത്രമല്ല, തദ്ദേശീയരുമായുള്ള സുഗമമായ ആശയവിനിമയം
ആശയവിനിമയത്തിന് ഭാഷ ഒരു തടസ്സമായി തീർന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയൊരു ഭാഷാ സങ്കരം രൂപപ്പെട്ടത്. അതായിരുന്നു അറബി മലയാളം. തങ്ങളുടെ വരമൊഴിക്ക് ചേരുന്ന വിധത്തിൽ അറബി മലയാള ലിപികൾക്ക് പുതിയ ചിഹ്നങ്ങൾ നൽകി പ്രത്യേക അക്ഷരമാല കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ നിർമ്മിച്ചു. ഈ സങ്കര ഭാഷയാണ് അറബി മലയാളം അഥവാ മാപ്പിള മലയാളം എന്ന പേരിൽ അറിയപ്പെട്ടത്. പിന്നീട് അത് സാഹിത്യ ഭാഷയായി മാറി. അറബി മലയാളത്തിൽ എഴുതിയ കൃതികളെ മാപ്പിള സാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത്. സെറ്റാണല്ലോ. അറബി, പേർഷ്യൻ, കന്നഡ, ഉറുദു, ഹിന്ദി, സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളുടെ സ്വാധീനം അറബി മലയാളത്തിലുണ്ട്. ഈ ഭാഷ രൂപപ്പെട്ട കാലത്തിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ 400 വർഷത്തോളം പഴക്കമുള്ള കൃതികൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. പൊന്നാനി മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിലാണ് ഈ ഭാഷ പ്രചരിച്ചിരുന്നത്. ആലി മരക്കാന്മാർ, അറക്കൽ രാജകുടുംബക്കാർ തുടങ്ങിയവർ ഈ ഭാഷയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സെറ്റാണല്ലോ. ഈ 2 ചോദ്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കുക, പരീക്ഷ സെറ്റാക്കിയേക്കുക. ഓക്കെ, താങ്ക് യു.